reporting portal. The complaint involving a public influencer who has been posting content on Instagram that promotes anti-national sentiments and misinformation. മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാജ്യദ്രോഹമാണെന്നുള്ളത്. അപ്പോൾ അത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി. പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, അത് കുറച്ച് ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോൾ ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്ക് ഒരു ഇമെയിൽ അയച്ചു. ഈ കംപ്ലൈന്റ് ചെയ്ത അതിന്റെ കോപ്പി എല്ലാം വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു. ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നോക്കാം, നമുക്ക് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇങ്ങനെയുള്ളവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇവർക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാന്നുള്ള തോന്നലുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ വിടാൻ പാടില്ല. ഹായ് ഗൈസ്, ഐ ആം ബിച്ചു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റിയാസ് സലീം അവനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ 1 മില്യൺ അടിക്കുമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പിന്നെ നമ്മളൊന്നും കാണണമല്ലോ, അവനെ വെച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് തന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നതല്ലേ ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ രാവിലെ എന്തൊക്കെയോ വലിയ ഭീഷണികളൊക്കെ മുടക്കി അതിനൊരു മെസ്സേജ് ഒക്കെ അയച്ചു കൊടുത്ത് നിങ്ങൾക്കെതിരെ സൈബർ കേസുകളൊക്കെ കൊടുക്കാൻ പോകുമെന്നൊക്കെ പറയുന്നത്. എന്നാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സൈബർ കേസ് കൊടുത്തിട്ടുള്ളൊരു കാര്യമായിട്ടാ. അത് വെറും സൈബർ ബുള്ളിങ്ങിന്റെ മാത്രമായിട്ടല്ല, രാജ്യദ്രോഹ കുറ്റത്തിന് കേസ് കൊടുത്തിട്ടുള്ള കുറച്ചധികം തെളിവുകളും വോയിസ് ക്ലിപ്പുകളും സഹിതമായിരിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതുപോലുള്ള രാജ്യദ്രോഹികൾ അറിയണം, അല്ലെങ്കിൽ ഇതുപോലുള്ളവന്മാര് ഇതുപോലെ ഇൻസ്റ്റഗ്രാം എടുത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആലോചിക്കണം അന്നുണ്ടായ ഇൻസിഡന്റ് എന്താണെന്നുള്ളത്. ഇത് ഇവന് മാത്രമല്ല, ഇതുപോലെ ഈ തന്തയില്ലായ്മ കാണിക്കാൻ പോകുന്ന എല്ലാവന്മാർക്കും അറിയാനും അനുഭവിക്കാനും വേണ്ടിയിട്ട് ചേർത്തിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രദർശിപ്പിക്കുന്നത് വിത്ത് എവിഡൻസ്. ഓക്കെ, ഇവനെ പോലെ ഒരു വ്യക്തി അല്ലെങ്കിൽ റിയാസ് ഇൻസ്റ്റഗ്രാം കൊണ്ട് ജീവിക്കുന്നത്, അതിനകത്ത് വരുന്ന പ്രൊമോഷൻസും അതിനകത്തുള്ള ഫോളോവേഴ്സിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അതൊരിക്കലും നമ്മൾ കുറ്റം പറയുന്നില്ല, അത് നല്ല കാര്യമാണ്. നമുക്ക് സ്മാർട്ടായിട്ടും ഹാർഡ് ആയിട്ടും നമുക്ക് ജോലി എടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് സ്മാർട്ട് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവർക്കായിരിക്കും എപ്പോഴും നല്ല സേഫായിട്ടും ജീവിതം നല്ല രീതിയിൽ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ അത്തരത്തിൽ വീട്ടിലിരുന്ന് തന്നെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ റിയാസ് സലീം. അതിലൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ കയ്യിലിരിപ്പും തെമ്മാടിത്തരങ്ങളും ഈ കാണിക്കേണ്ട സമയത്തെടുത്ത് കാണിക്കുക അല്ലെങ്കിൽ കാണിക്കേണ്ടാത്ത സമയങ്ങളിൽ കാണിക്കാതിരിക്കുക എന്നുള്ളൊരു പക്വതയുണ്ട്. ആ ഒരു പക്വത ഇല്ലാത്തതിനാലും എന്നുള്ളതുകൊണ്ട് പഹൽഗാമിൽ ഒരു 26 പേര് കൊല്ലപ്പെട്ടപ്പോൾ കാണാത്തൊരു വലിയ ദുഃഖമായിരുന്നു പാകിസ്ഥാൻ ജനതയുടെ സിവിലിയൻസ് മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തപ്പോഴത്തേന് ആ ഫേക്ക് ന്യൂസ് എടുത്തു വെച്ച് സ്റ്റോറി ഇടാനും അതിനകത്ത് അവന്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിലേക്ക് എടുത്ത് വെക്കാനും സാധിച്ചത്. അതെങ്ങനെ കഴിഞ്ഞു എന്നറിയത്തില്ല. ഓൾറെഡി ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ നമ്മുടെ രാജ്യത്തിരുന്നുകൊണ്ട് സ്പ്രെഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. പല വ്യക്തികളുടെയും ചാനൽ സഹിതം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരത്തിന് അടിച്ചുപോയി നിൽക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ അതിനു മുമ്പെയാണ് ഇവന്റെ സ്വാർത്ഥ താല്പര്യത്തിനും ഇവനുള്ളിലെ മനുഷ്യ വികാരം അല്ലെങ്കിൽ ഇവന്റെ ഉള്ളിനകത്ത് കിടക്കുന്ന എന്ത് വികാരമാണെന്ന് അറിയത്തില്ല, ആ വികാരം അപ്പടിയായി എടുത്ത് പുറത്തോട്ട് വന്നതും അല്ലെങ്കിൽ പുറത്തോട്ട് ജനങ്ങൾക്കിടയിലേക്ക് എടുത്ത് കാണിക്കാൻ ഇടയുണ്ടായ സാഹചര്യം. എന്നിരുന്നാലും ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ജനങ്ങൾ ഈ നാട്ടിലുണ്ട്, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നത് തന്നെ. ഓക്കെ, ആദ്യം നമുക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഇതിന്റെ പ്രൂഫുകളും പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതുപോലുള്ള ബാഡ് കമന്റ്സ്, ബാഡ് വീഡിയോസ്, രാജ്യദ്രോഹ കുറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു കേസ് ഒരിക്കലും ഇവിടെ മാത്രമല്ല, ഈ ഒരു പെൺകുട്ടി കൊടുത്തിരിക്കുന്ന കേസ് ഈ പറയുന്ന കേരളത്തിൽ സൈബറിൽ മാത്രമല്ല ഒതുങ്ങിക്കൂടുന്നത്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ വരെ, കേന്ദ്രത്തിൽ വരെ ഇതിന് മെയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. കാരണം ഇത് ഇവിടെ അങ്ങ് നിൽക്കരുത്, ഇവിടെ അങ്ങ് അവസാനിപ്പിക്കരുത്, ഇത് പോകുന്ന അങ്ങ് മേളിൽ കയറി പോകണം. ഇനി അത് മുഖാന്തരം ഇവന്റെ സോഷ്യൽ മീഡിയ തന്നെ തീർന്നു പോവുകയാണെന്ന് അതിന്റെ മുഖാന്തരം അങ്ങ് തീർന്നു പോവുക തന്നെ ചെയ്യും. കാരണം ഇനി കൈ പൊങ്ങുമ്പോൾ ആലോചിക്കണം ഇമാതിരി പരിപാടി കാണിക്കരുത് എന്നുള്ളൊരു കാര്യം. ആദ്യം നമുക്ക് ഈ കേസ് കൊടുക്കാൻ ഇടയുണ്ടായ സാഹചര്യവും ഈ പെൺകുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ ഈ കേസ് കൊടുത്ത PDF ഉൾപ്പെടെ എടുത്ത് ഞാൻ എന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നോർമലി ഫ്രണ്ട്സിന്റെ ഇടയിൽ സ്ട്രൈക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഫ്രണ്ട് അവളെനിക്ക് റിയാസിന്റെ സ്റ്റോറി ഇങ്ങനെ അയച്ചു തരുന്നത്. അവനെന്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചു. ഞാൻ ആദ്യം ഷോക്കായിപ്പോയി. എല്ലാവരും പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റില് ഞാൻ ഒട്ടും പ്രൗഡല്ല, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ്, അതായത് പാക് ചാനലുകളിൽ വന്നിട്ടുള്ള 10-15 പേര് മരിച്ചു, അതിൽ 2 കുട്ടികളുണ്ട്, ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്തുള്ള കാര്യം പറയുന്നു. അത് ടോട്ടലി അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്.
ഒരു ചാനലിൽ ഒരു ന്യൂസ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതെങ്ങനെ വെരിഫൈഡ് ആകുക? അത് UN ആരും ഇവര് പ്രസ് മീറ്റ് ഒന്നും വെച്ച് ഞങ്ങളുടെ തന്നെ ആൾക്കാരാ മരിച്ചു പോയതെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ട് അതിന്റെ താഴെ ഞാൻ ഒട്ടും പ്രൗഡല്ല, മരിച്ചുപോയത് ആരൊക്കെയായിരുന്നു ആ സമയത്ത്? ഏറ്റവും വലിയ ഭീകരവാദിയായ നമ്മുടെ താജ് ഹോട്ടലിന്റെ അതിന്റെ എല്ലാത്തിന്റെയും പിന്നിലെ ഭീകരപ്രവർത്തകനായ അയാളുടെ കുടുംബത്തിലെ പത്തോളം ആൾക്കാരെ മരിച്ചു. ഒരു ഭീകരവാദിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്താ പറയാ പുണ്യാളന്മാരായിരിക്കും, അവരും ടെററിസ്റ്റ് തന്നെയായിരിക്കും. അവര് മരിച്ചതിന് ഇവന് വലിയ സങ്കടം. അത് കണ്ടപ്പോ എനിക്ക് അങ്ങ് സഹിച്ചില്ല. പിന്നെയും ഞാൻ പറഞ്ഞു നോക്കി അവനോട്, ഇങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം, ഇതല്ല അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി. അപ്പോഴാണ് അവൻ ഒരു സ്റ്റോറി വീഡിയോ ആയിട്ട് ഇട്ടത്. എന്റെ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പറയുകയാണ് ചെയ്തത്. ഫിൽറ്റർ ഇട്ടാൽ നിങ്ങൾക്കൊക്കെ ചൊറിയുമല്ലോ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടു. അതിന്റെ ഒപ്പം പറഞ്ഞു എനിക്ക് തന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ എന്തെല്ലാമൊക്കെയോ അവന്റേതായ രീതിയിൽ അങ്ങ് അവൻ പറഞ്ഞ് ഇതാക്കി. അത് കഴിഞ്ഞ് പിന്നെ അവന് കുറെ സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോ അവൻ ലാസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടു. അതവൻ ഇട്ട ഒരു വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ് അവൻ അത് ഡിലീറ്റ് ചെയ്തു. എനിക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയത്. അവൻ പറഞ്ഞത് നിങ്ങളുടെ എല്ലാം മൂട്ടിൽ വന്നൊരു ബോംബ് പൊട്ടുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി. അത് കണ്ടപ്പോ എനിക്ക് നല്ലോണം ദേഷ്യം വന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ നാടിനെ തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാജ്യദ്രോഹമാണെന്നുള്ളത്. അപ്പോ അത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി. പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, അത് കുറച്ച് ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോ ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്ക് ഒരു ഇമെയിൽ അയച്ചു. ഈ കംപ്ലൈന്റ് ചെയ്ത അതിന്റെ കോപ്പി എല്ലാം വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു. ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നോക്കാം, നമുക്ക് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇങ്ങനെയുള്ളവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇവർക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാന്നുള്ള തോന്നലുള്ള ആൾക്കാർ. ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇവൻ ആർക്ക് വേണ്ടിയാ വാദിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ മസൂദ് അസർ ഈ പറയുന്ന താജ് ഹോട്ടലിലും കാണ്ഡഹാറിലൊക്കെ വിമാനം റാഞ്ചി കൊണ്ടുപോയി അവനും അവന്റെ കുടുംബത്തിൽ ഒരു 10 പേര് ചത്തുപോയപ്പോഴത്തേന് ഇവനങ്ങ് ഇവന്റെ കുടുംബത്തിൽ നിന്ന് ആരാ ചത്തുപോയാണ്. അയ്യോ, എന്തൊരു സ്റ്റോറി ആയിരുന്നു ഇട്ടത്. സ്റ്റോറി സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടല്ലോ. ഭയങ്കര വിലാപമായിരുന്നു അത് കണ്ടപ്പോഴത്തേക്ക്. അയ്യോ പാവം, സിവിലിയൻസ് മരിച്ചു പോകുന്നത്, അവര് തീവ്രവാദികളാണെന്നും പറഞ്ഞ് അവരുടെ കുടുംബം തീവ്രവാദികളല്ലല്ലോ. അയ്യോ, ഇവനെന്തോ വേണം? വീട്ടിൽ ഇരുന്ന് ലിപ്സ്റ്റിക്കും തേച്ച് ഓരോ റീൽസ് ഷൂട്ട് ചെയ്ത് വല്ല പ്രൊമോഷൻ ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ ഈ അറിഞ്ഞുകൂടാത്ത പരിപാടിക്ക് അതിന്റെ അകത്ത് കയറി തലവെക്കേണ്ടതൊക്കെ വല്ല കാര്യമുണ്ടോ? മറ്റേ ബിഗ് ബോസും പരിപാടിയൊക്കെ നല്ലതാണ്. ബിഗ് ബോസിൽ നല്ലൊരു കോണ്ടസ്റ്റന്റ് ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള ഒരു 5 കോണ്ടസ്റ്റന്റ്സിനെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരാൾ ഇവൻ തന്നെ. പക്ഷെ റിയൽ ലൈഫിലേക്ക് ഇതുപോലുള്ള മണ്ടത്തരങ്ങളും നെമ്മാടിത്തരങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് ഇടുമ്പോഴത്തേനൊന്നും നമ്മളെ കൊണ്ട് താങ്ങാനും എടുക്കാനും സപ്പോർട്ട് ചെയ്യാനും നടക്കുന്ന ഒരു കാര്യം ഉദിക്കുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ ഓൾറെഡി പെൺകുട്ടി പറഞ്ഞല്ലോ കേസ് കൊടുത്തു. അപ്പൊ കേസ് കൊടുത്തപ്പോഴത്തേന് ആദ്യം കൊടുത്തത് സൈബർ സെല്ലില്ല. അപ്പൊ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുള്ളതാണ് ഞാൻ ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഈ സൈബർ സെല്ലിൽ കൊടുത്ത് റിയാസ് സലീമിന്റെ പേരും ഈ പറയുന്ന അവന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും അതിന്റെ URL ബാക്കി കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് അവിടെ കൊടുത്തു. അപ്പൊ അവിടെ കൊടുക്കുന്നതിനകത്ത് വലിയ ഇതില്ല സത്യം പറഞ്ഞാൽ. സൈബർ സെല്ലിൽ കൊടുത്തിട്ടൊന്നും ഇതിന് വലിയൊരു ഫോളോ അപ്പും കാര്യങ്ങളൊന്നും കാണത്തില്ല. അങ്ങനെ ഒരു അവസരത്തിലാണ് നമുക്ക് ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ കൊണ്ടുണ്ട്. ഈ ഡയറക്റ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്ക് നമുക്ക് മെയിൽ ചെയ്യാം. അവരുടെ മെയിൽ ID നമുക്ക് ഡയറക്റ്റ് എടുത്ത് മെയിൽ ചെയ്യാൻ പറ്റും. മെയിൽ ചെയ്ത് ഇതാണ് കുറ്റം, അവർ ചെയ്തിട്ടുള്ള ഒഫൻസ് എന്താണെന്ന് കാണിക്കുകയും ആ ഒഫൻസിന്റെ സ്ക്രീൻഷോട്ട് സഹിതം നമ്മൾ ഓൾറെഡി ഈ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ടല്ലോ ആ വിത്ത് അവരുടെ ID, അതായത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ID കിട്ടും. ആ ID ചേർത്തിട്ടായിരിക്കും നമ്മൾ അവർക്ക് ഒരു മെയിൽ ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ ഒരു ഫോളോ അപ്പ് കിട്ടുന്നതായിരിക്കും. കാരണം അതിന് കൃത്യമായിട്ട് ഫോളോ അപ്പ് ഉണ്ട്. കാരണം രാജ്യദ്രോഹമാണ്, ഇതിപ്പോൾ NIക്ക് കൈമാറേണ്ടതാണോ അല്ലയോ എന്നുള്ളത് അവർ തന്നെ ഫിൽട്ടർ ചെയ്ത് നോക്കിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഒരു ഫോളോ അപ്പ് ഈ പറഞ്ഞ സൈബർ സെല്ലിലോട്ടും കാണും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല, വേറെ ആരുടെയും ഒരു അറിയിപ്പിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുത്ത് ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ഈ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ സെക്യൂർ തന്നെ ആയിരിക്കും. നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ്ട് ഈ മെയിൽ ടു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ടു സൈബർ വിങ്ങിൽ നിന്ന് തന്നെ പോയിരിക്കുന്നത്. ഇത് ഡിയർ മാഡം എന്ന് വായിക്കാം. ഐ ആം റൈറ്റിംഗ് ടു ഫോർമലി റിക്വസ്റ്റ് അർജന്റ് അറ്റൻഷൻ ആൻഡ് ആക്ഷൻ റിഗാർഡിംഗ് എ സൈബർ ടെററിസം കംപ്ലൈന്റ് ഐ ഫീൽഡ് ത്രൂ ദ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ്
portal. The complaint involving a public influencer who has been posting content on Instagram that promotes anti-national sentiments and misinformations. ഓക്കെ, പിന്നെ അതിന്റെ കംപ്ലൈന്റ് ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നേച്ചർ ഓഫ് കംപ്ലൈന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം. The individual has posted Instagram stories about Operation Sindoor that spread unverified, false and highly inflammatory information. Despite being warned, he continued to make hostess remarks, including calling Indians routine-minded and threatening that a bomb will come to everyone who support war. These comments are not only offensive but raises serious concern about potential threats to national security and public order. ഓക്കെ, ഇതാണ് ഇതിന്റെ നേച്ചർ ഓഫ് കംപ്ലൈന്റ് എന്ന് പറയുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ കേസ് ഡയറക്റ്റ് ഇനിയിപ്പോൾ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഇവന്റെ പ്രീവിയസ് സംഭവങ്ങളൊക്കെ എടുക്കണം. അതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിലേക്ക് കേസ് പോകും. ഈ കേസ് പോയിട്ട് ഇത് ഏത് IP അഡ്രസ്സിൽ നിന്നൊക്കെയാണ് ഇത് വന്നതെന്ന് വരും. ഇപ്പോൾ വേറെ ആരെങ്കിലും ആണ് ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഈ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അത് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതിൽ നിന്നാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിലോട്ടായിരിക്കും ഇത് ഡയറക്റ്റ് ചെല്ലുന്നത്. അവർക്കായിരിക്കും ഇത് ആദ്യം വരുന്നത്, അവരിൽ നിന്നായിരിക്കും ഈ ഒരു വ്യക്തിയിലേക്ക് വരുന്നത്. അതിപ്പോൾ ഇത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം അത് മുഖാന്തരം ഇതൊന്ന് കറങ്ങി അടിച്ചിട്ടായിരിക്കും ഇവിടെ എത്തുന്നത്. പിന്നെ എന്തായാലും ഈ ചെയ്തിട്ടുള്ള പെൺകുട്ടി ഇതെന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതെന്തായാലും കണ്ടിന്യൂസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്ത് ഇതിനൊരു ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിക്കണം ഈ ഒരു സംഭവം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു സാധനം നിലവിൽ നിൽക്കുമ്പോഴത്തേക്കും ഇതിനിടയിൽ കൂടെ മറ്റൊരാൾ വീഡിയോ ചെയ്തപ്പോഴത്തേന് ആ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാനിത് സൈബർ സെല്ലിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുക എന്നൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. ആദ്യം നിന്റെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള തെറ്റുകൾ എന്താണെന്നും നീ കാണിച്ചു കൂട്ടിയുള്ള മണ്ടത്തരങ്ങൾ എന്താണെന്നും നിനക്ക് ആരുടെ ഭാഗത്താണ് ഇത്രയധികം സന്തോഷം ഉളവാക്കിയതെന്നും, അതായത് ആഹാരം ഇവിടെ കഴിച്ചിട്ട് കൂറ് വേറെ വല്ലയിടത്തും കൊണ്ട് കാണിക്കുന്ന പ്രവണതയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും നീ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകെ കുത്തിപ്പൊങ്ങി തന്നെ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. പിന്നെ അതിനകത്ത് ആ പയ്യൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ, മറ്റേ കൃഷ്ണകുമാറിന്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ, ആ ഇഷ്യൂ ഒക്കെ നമുക്കും അറിയാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ഡ്രാഗ് ചെയ്യുന്നില്ല, പിടിച്ചിടുന്നില്ല. അപ്പം ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങും പരിപാടികളൊക്കെ തുടങ്ങിയത് എവിടെ നിന്നാണെന്നും എങ്ങനെയാണെന്നും ഈ പറയുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഒരു വളർച്ച എങ്ങനെ വന്നിട്ടുണ്ട് എന്ന് ഈ താഴെ തട്ടിൽ നിന്ന് തന്നെ കണ്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരാൾക്കും അല്ലെങ്കിൽ വ്യക്തികൾക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കാണിച്ച കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ നീ പറയുന്ന കാര്യത്തിലും ക്ലിയർ ആയിട്ടുള്ള വ്യക്തതയും കാണും.